ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാരമ്പര്യമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങളായിക്കോട്ടെ, തടസ്സങ്ങളായിക്കോട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളായിക്കോട്ടെ, അതിങ്ങനെ തുടർന്ന് തലമുറകൾ കഴിഞ്ഞും ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില ആളുകളുടെ ജീവിതം പരിശോധിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു, ഇപ്പോഴും ദാരിദ്ര്യം മാറുന്നില്ല. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചെറുപ്പത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു, പാവങ്ങളായിരുന്നു, ദാരിദ്ര്യം എല്ലാം അനുഭവിച്ചു. പക്ഷെ ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ കൃപ കൊണ്ട് നന്നായി ജീവിക്കുമെന്ന് പറയുന്നൊരു വചനം പറയാം. ജെറമ്യാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: എന്നിട്ടും അവർ അനുസരിച്ചില്ല, എങ്കിലേക്ക് ചെവി ചായ്ച്ചില്ല. അവരുടെ പിതാക്കന്മാരെക്കാളും അവർ കഠിന ഖണ്ഡരായി മാറി. എന്നിട്ടും എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ ഒന്നും അനുസരിക്കാൻ അവർ തയ്യാറായി. എനിക്ക് ചെവി ചായ്ച്ചില്ല, ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കാൻ അവർ തയ്യാറില്ല. അതുകൊണ്ട് അവർ പിതാക്കന്മാരെക്കാളും ഇവർ വഷളായി. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ തലമുറകൾ വരെ ഇങ്ങനെ നിലനിൽക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒന്ന് ചെയ്യാൻ കർത്താവിനെ അനുസരിക്കുക. 2, അവന് ചെവി ചായ്ക്കുക. അവൻ എന്താ എന്നോട് പറഞ്ഞെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിൻ്റെ തലമുറകൾ മുന്നോട്ട് ദൈവം അനുഗ്രഹിക്കപ്പെടും. ഈ പ്രഭാതത്തിൽ നിന്ന് ചിന്തിക്കുക, എവിടെയാണ് തടസ്സങ്ങളുണ്ടാകുന്നത്, എവിടെയാണ് പ്രതിസന്ധികൾ മാറാൻ നിലനിൽക്കുന്നത്. ഞാൻ എവിടെയെങ്കിലും കർത്താവിൻ്റെ വാക്ക് അനുസരിക്കാതെ പോയിട്ടുണ്ടോ, അവന് ചെവി കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തീരുമാനം എടുക്കുക. ഞാനിതാ ഇന്ന് മുതൽ അങ്ങനെ തീരുമാനം എടുക്കുന്ന നിമിഷം മുതൽ പ്രിയമുള്ളവർ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ പ്രഭാതം അതിന് അനുഗ്രഹമായി തീരട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.